ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സൺഡേ ആയതുകൊണ്ട് ഒരു പരിപാടിയില്ല. എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചിട്ട് നേരെ ശാസ്താമംഗലം വെള്ളയമ്പലത്ത് നിന്ന് നമ്മുടെ ഗീതാഞ്ജലി ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശയും ഒരു സ്ട്രോങ് ചായയും കഴിച്ചിട്ട് നേരെ വണ്ടി കയറി. അങ്ങനെ നെയ്യാർ ഡാം ലൊക്കേറ്റ് ചെയ്തൊന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ നേരെ ശാസ്താമംഗലം വെള്ളയമ്പലത്ത് നിന്ന് വണ്ടി തിരിക്കുകയാണിപ്പോൾ. ശാസ്താമംഗലം ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദാ വരുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. ഞായറാഴ്ചയായിട്ടും വഴിയിലെല്ലാം നല്ല തിരക്കുണ്ട്. നമ്മളതാ അന്തിയൂർക്കോണം എത്താറായി. അന്തിയൂർക്കോണം പോകുന്ന വഴിക്കുള്ള വ്യൂ ആ നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം അപ്പുറത്ത് റോഡിൽ കൂടെ കട്ടാക്കട നേരെ കറങ്ങിപ്പോവാതെ ഷോർട്ട് കട്ട് വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറേ വർഷമായിട്ട് ഞാൻ ഈ വഴിയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏരിയയും കൂടെയാണ്. തിരക്കും കുറവാണ്. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്ന് അറിഞ്ഞ് ഈ വഴിക്കാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. മുമ്പ് പ്രശ്നമില്ലായിരുന്നു. ഇലക്ഷൻ ആയത് കാരണം റോഡ് മൊത്തം കൊടിയും ഫ്ലക്സും ഒക്കെയാണ്. ഫ്ലക്സ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിൻ ദേവരം രാമചന്ദ്രൻ സാറിൻ്റെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ കാരണം ഫ്ലക്സ് കുറഞ്ഞിട്ടുണ്ട്. ബാക്കി കൊടിയൊക്കെ അത്യാവശ്യം കൊടികളെല്ലാം ഉണ്ട്. പൊരിഞ്ഞ പോരോട്ടം നടക്കുന്ന റോഡ് മൊത്തം ഇലക്ഷൻ്റെ പ്രചരണവും വണ്ടികളും ഒക്കെ. ഈ ഒരു വ്യൂ നല്ല വ്യൂ ആണ്. റൈറ്റ് സൈഡ് ഞാൻ പണ്ട് മുതലേ ഈ വഴി പോകുന്നുണ്ടായിരുന്നു. കാട്ടാക്കട ജംഗ്ഷനിലോട്ട് എത്താറായി. നമ്മൾ കാട്ടാക്കട ജംഗ്ഷൻ എത്തുന്നു. നെയ്യാർ ഡാം ഞാൻ പഠിച്ച സ്ഥലമാണ്. ആ ടൈമിലിവിടെ ഈ ജംഗ്ഷനിൽ ഞങ്ങൾ സ്ഥിരം വരും. ബിവറേജസ് ഇവിടെയാണ് ആ കാണുന്ന ബിവറേജസ്. അവിടെ വരുമായിരുന്നു മിക്കവാറും. പിന്നെ ഇതാ ജംഗ്ഷനിലോട്ട് കയറുന്നു. അന്ന് ഇത്രയും കടകളൊന്നും ഇല്ലായിരുന്നു പഠിക്കുന്ന ടൈമിൽ. ഇന്നിപ്പോൾ ഫുള്ള് കടകളായി, തിരക്കായി. മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ കാട്ടാക്കട. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അത്യാവശ്യമുണ്ട്. ബിസിനസ് അത്യാവശ്യം നടക്കുന്ന ഏരിയയാണ്. അത്യാവശ്യം തിരക്കുണ്ട്. ജംഗ്ഷൻ കടകളൊക്കെ ഓപ്പണാണ്. റൈറ്റ് സൈഡ് കാണുന്നത് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഈ കോംപ്ലക്സ് ഒന്നും ഇല്ലാതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോംപ്ലക്സ് ഒക്കെ വന്നത്. നല്ല ഡെവലപ്പായിട്ടുള്ള ഏരിയ കാട്ടാക്കട ഇപ്പോൾ. ബ്ലോക്ക് ഉണ്ട് ജംഗ്ഷനിൽ. ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് നെടുമങ്ങാടിലോട്ട് പോകാൻ പറ്റും. റൈറ്റ് സൈഡ് ആകുമ്പോൾ നമുക്ക് നെയ്യാർ ഡാം ആ റൂട്ടിലോട്ട് പോകാം. റൈറ്റ് നെയ്യാറ്റിൻകരയും പോകാനുള്ള വഴിയുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇനി എനിക്ക് തോന്നുന്നൊരു 7-8 കിലോമീറ്ററും കൂടെ കഴിയുമ്പോൾ നമ്മുടെ നെയ്യാർ ഡാം എത്തും. അത്യാവശ്യം തിരക്കുണ്ട്. ഈ ഏരിയയും നല്ല കടകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഷോപ്സ് വന്നിട്ടുണ്ട്. രാമചന്ദ്രൻ പുതിയ ഔട്ട്ലെറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നുണ്ടായിരുന്ന വിസ്മയ ഹോട്ടൽ വലുതാക്കിയിട്ടുണ്ട്. അന്ന് ചെറിയ ഹോട്ടലായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ വന്ന് കഴിക്കുന്ന ഹോട്ടലായിരുന്നു. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ ഹോട്ടലാക്കി. ഹൈപ്പർ മാർക്കറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് നമുക്ക് കാണാം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഫേമസ് ആണ്. ഏകദേശം ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും പഠിക്കുന്നത് ഇവിടെയാണ്. നല്ല കോളേജ്, ഒരുപാട് കോഴ്സസ് ഉണ്ട്. അത്യാവശ്യം ഇന്ന് നല്ല ക്ലൈമറ്റാണ്. നല്ല വെയിലുണ്ട്. പുറത്ത് നല്ല ചൂടുണ്ട്. ഒരു അഡ്വഞ്ചർ ജേണിക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങിയത്. റോഡൊക്കെ ടാർ ചെയ്തു. ഇലക്ഷൻ ആയതുകൊണ്ടാണ് എല്ലാ റോഡും ടാർ ചെയ്തിട്ടുണ്ട്. ശക്തമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്.
നല്ല സൂപ്പർ റോഡാക്കി, ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. കാട്ടാക്കട നമ്മൾ നെയ്യാർ ഡാം വരുമ്പോൾ അവിടെ ഒരു ചേട്ടൻ്റെ കടയുണ്ട്. അവിടെ നിന്ന് ഫുഡ് അടിക്കാനും കൂടെ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. പുള്ളി ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, കുറേ നാളായി കണ്ടിട്ട്. ഏകദേശം 5-6 വർഷം മുന്നേ വന്നതാണ്. ശക്തമായ പ്രകടനമാണ് നടക്കുന്നത്. എല്ലായിടത്തും ഇലക്ഷൻ്റേതാ ചൂടാ. കൊടി 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 തന്നെ, ഉത്സവപ്പറമ്പ് പോലെ ഇരിപ്പുണ്ട്. നല്ല വെയിലുണ്ട് ഇന്ന്. ഇന്നലെ ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നത് മാറി അത്യാവശ്യം വെയിലുണ്ട്. അടുത്ത സ്ഥാനാർത്ഥി പോകുന്നു. ഈ ഏരിയ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റും BJP ആണ് സ്ട്രോങ്. കള്ളിക്കാട് കോൺഗ്രസ് വീക്കായിട്ടുള്ള ഏരിയ. തണുത്ത ഒരു കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. ഡാം ഇവിടെ അടുത്തായതുകൊണ്ട് അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ മാറുന്നില്ലല്ലോ, അടയാവുമെന്ന് തോന്നുന്നു. ഇവിടെ റോഡ് കുഴപ്പമില്ല കേട്ടോ. റോഡ് അത്യാവശ്യം ടാർ ചെയ്ത് അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടേക്കാം. അവിടെ അടുത്ത് കൊടി കൂടുതലും ചുമപ്പാണ് കാണുന്നത്. കള്ളിക്കാട് കഴിഞ്ഞ് നമ്മൾ ഡാമിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അതിമനോഹരമായ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഈസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നെടുമങ്ങാട്, വിതുര, നമ്മുടെ കാട്ടാക്കട, കള്ളിക്കാട്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നത്. കാരണം റൈറ്റ് സൈഡ് നെയ്യാർ ഡാമാണ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഈ ഏരിയയിലുള്ളത്. നമ്മൾ ഓടിച്ചിട്ട് എത്തുന്നില്ല. എന്തായാലും എത്താറായി. ഇതാണ് നമ്മൾ പറഞ്ഞ കട. ഇന്ന് കട അടപ്പാണല്ലോ. എന്തോ പറ്റി. ഒന്നുകിൽ ഇന്ന് ഹോളിഡേ ആയിരിക്കും. സാറ്റർഡേ അങ്ങനെ ഹോളിഡേ അല്ലെന്ന് തോന്നുന്നു. ഏതോ ഒരു തിങ്കൾ ചൊവ്വയോ അങ്ങനെ എന്തോ ആയിരുന്നു അവധി. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. പിന്നെ വാങ്കോഴിയുടെ കറി കിട്ടും, ചിലപ്പോൾ മുയൽ കിട്ടും. എന്ത് കിട്ടിയാലും ഫുഡ് അടിപൊളി നാടൻ ഫുഡാണ്. ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്. പുള്ളിയുടെ പേര് മറന്നു. പഠിക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. നമ്മൾ കള്ളിക്കാട് ജംഗ്ഷൻ എത്തുന്നേ ഉള്ളൂ. കള്ളിക്കാട് ജംഗ്ഷന് നല്ല തിരക്കായി. ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ വളരെ കുറച്ച് കടകളേ ഉള്ളുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒരു ബിസിയസ്റ്റ് സിറ്റി എന്ന് പറയുന്ന രീതിയിലായി. റൈറ്റ് സൈഡ് നെയ്യാർ ഡാമിൻ്റെ ഒരു പാർട്ടാണ്. അങ്ങോട്ടിപ്പോൾ നമ്മൾ നോക്കുന്നില്ല, നമുക്ക് നേരെ പോവാം. ഏകദേശം നമുക്ക് ഡിയർ പാർക്കിൻ്റെ ഏരിയയിലോട്ട് ആദ്യം പോയിട്ട് വരാം, അതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാമിൻ്റെ സൈഡിൽ പോവാം, ബെറ്റർ അതായിരിക്കും.
ഡിയർ പാർക്കിൻ്റെ റോഡ് ഇപ്പോഴും ടാർ ചെയ്തോന്ന് അറിയില്ല. കുറേ വർഷമായിട്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. സർക്കാർ വേണ്ട രീതിയിൽ അതിനെ കാണുന്നില്ല, അതാണ് അതിൻ്റെ കാര്യം. എന്നാൽ നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നെയ്യാർ. മുമ്പ് ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ലയൺ സഫാരി പാർക്ക് ഫേമസ് ആയിരുന്നു. ഏകദേശം 4-5 സിംഹം ഓപ്പൺ ആയിട്ട് അവർ തുറന്നു വിട്ട് നമ്മുടെ അംബാനി ഇപ്പോൾ ചെയ്തേക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. അത്രയും വൈഡല്ല, പക്ഷേ ഓപ്പൺ ഇതായിരുന്നു. എന്തോ സിംഹക്കൂടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റ് ആ ടൈമിൽ ഇത് സഫാരി പാർക്ക് കാണാൻ വേണ്ടി മാത്രം വരുമായിരുന്നു. അത്രയും ഫേമസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നശിച്ചു പോയെന്നാണ് അറിഞ്ഞത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. ഇന്നെന്തായാലും ഒന്ന് പോയി നോക്കാം, എന്താണ് അവസ്ഥയെന്ന് നമുക്ക് പോയി കാണാം. ആംബുലൻസ് പോലും എന്ത് പറ്റിയോ? നല്ല വെയിലുണ്ട് ഇപ്പോൾ. ലെഫ്റ്റ് സൈഡ് ചെറിയ തോടാണ്. ആ തോട് പാരലി അങ്ങോട്ട് നെയ്യാർ ഡാമിൽ നിന്ന് പാരലി കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കാട്ടാക്കട ടൗണിലോട്ട് വരുന്നൊരു ചെറിയ തോടാണ്. ലെഫ്റ്റ് സൈഡ് ആ സെയിം അവസ്ഥ തന്നെയാണ്. റോഡിന് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കിടപ്പുള്ളത്. ഈ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു. ചെറിയൊരു മല കയറാൻ പോവുക നമ്മൾ. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇലക്ഷനായിട്ട് കൂടി റോഡ് ടാർ ചെയ്യാതെ വോട്ട് ചോദിക്കാൻ പോകുന്ന ആ സ്ഥാനാർത്ഥിക്ക് ഭയങ്കര സംഭവം തന്നെയാണ്. സാധാരണ പേരിനെങ്കിലും ഒരു റോഡ് വന്ന് കുഴികളൊക്കെ അടച്ചിട്ട് വോട്ട് ചോദിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ ഏരിയയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. റോഡ് എന്തായാലും പൊട്ടി തകർന്ന് കിടക്കുകയാണ്. നല്ല പാട് തന്നെയാണിത് കയറാനായിട്ട്. സ്ഥാനാർത്ഥി ഏതോ പോകുന്നുണ്ട്. റോഡ് തകർന്ന് കിടക്കുക. അയ്യോ, പാടം. ലോറി എന്തോ പോയി പൊട്ടിക്കിടക്കുക. അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത്. ഏതോ സ്ഥാനാർത്ഥി പോകുന്നുണ്ട്. അത്യാവശ്യം ബഹളം വെച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും ഇത്രയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനി ആയിട്ട് ഇവർ ഈ റോഡ് ഇങ്ങനെ ആക്കിയിട്ടല്ലോ എന്നാണ്. ഞങ്ങൾ പഠിച്ച കോളേജ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ആ കോളേജിൻ്റെ ബസ്സും വണ്ടിയും ഇത്രയും വണ്ടി പോയിട്ടും അവർ ഇവിടെ ഒന്നും റെഡിയാക്കിയില്ലല്ലോ എന്നാണ്, ഇത്ര വർഷമായിട്ട്. ഇതൊരു ടാക്സി സ്റ്റാൻഡാണ്. ടാക്സി സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആശ്രമമുണ്ട്. ആശ്രമമായിട്ട് ലിങ്ക് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. അവിടെ നിന്ന് മിക്കവാറും ഓട്ടം ഫോറിനേഴ്സ് ഒരുപാട് വരും. റൈറ്റ് സൈഡ് ഡാമാണ്. ഇത് ആശ്രമമാണ്. ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ അമ്പലമുണ്ട്. ആശ്രമം ഇതാ. ഫ്രണ്ട് ഡാം. ഡാമിൽ മുതല മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ നാട്ടുകാരുടെ ഒരു കാല് കടിച്ചെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫോറിനറും എന്തോ തർക്കത്തിലാണെന്ന് തോന്നുന്നു. നല്ല പച്ചപ്പുള്ള ഏരിയ ഇത്.
നല്ല തണുപ്പുണ്ട് അറ്റ്മോസ്ഫിയർ ഇവിടെ. വെയിലാണെങ്കിലും തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ക്യാമറ ഇരിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡ് ഒരു വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ഡാമിൻ്റെ വ്യൂ, അടിപൊളി വ്യൂ. ഓസം. അങ്ങ് നേരെ കാണുന്ന അഗസ്ത്യാർകൂടമാണ്. ഇത് ഡാമിൻ്റെ ഒരു എൻഡാണ്. എൻഡ് മീൻസ് വ്യൂവിൻ്റെ എൻഡാണ്. ഡാം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നു. നമ്മൾ ഇനി കയറുന്ന ഏരിയാസ് എല്ലാം ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കയറാൻ പറ്റാത്ത ഏരിയ ആയിട്ട് വരും. കാരണം സുപ്രീം കോടതി ബ്രഹ്മോസിനായിട്ട് സ്ഥലം വിട്ടുകൊടുത്ത ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബ്രഹ്മോസിൻ്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും. നമുക്ക് മിക്കവാറും താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രം പെർമിഷൻ ഉണ്ടാകത്തുള്ളൂ ഈ വീടൊക്കെ ആക്സസ് ചെയ്യാനായിട്ട്. അതിന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതും ഉണ്ടാകത്തില്ല. എല്ലാം അവരുടെ ഏരിയ ആവും, ഇന്ത്യൻ ആർമിയുടെ. എന്തായാലും ഈ ഏരിയ എല്ലാം നല്ല വികസനം ഉണ്ടാവും. കാട്ടാക്കട, കള്ളിക്കാട്, കുറ്റിച്ചലിൽ കെ സ്പേസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് വരുന്നത്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം മിക്കവാറും അക്യൂർ ചെയ്യും ആർമി. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഏരിയ കാണിച്ചു തരാം. ബ്രഹ്മോസിൻ്റെ പ്രൊജക്റ്റ് വരുന്ന ഏരിയ. നമ്മൾ നെട്ടുകാലത്തേരിയുടെ ഒരു സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ വഴി അധികം ആരും പോയിട്ടുണ്ടാകത്തില്ല, കാരണം ആരും ശ്രദ്ധിക്കത്തില്ല. വീണ്ടും പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ. ഇവിടെയും ഈക്വലാണെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റും BJPയും കോൺഗ്രസ്സൊക്കെ ഈക്വൽ ഡോമിനേഷനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പഠിച്ച കോളേജ് വരുന്ന ലെഫ്റ്റ് സൈഡാണ്. കിക്മ എന്ന് പറയും, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെയാണ്. നമ്മൾ കേരള കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന, കേരള ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ MBA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഡിഗ്രി കോഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡ് ഡാമാണ്, ലെഫ്റ്റ് സൈഡ് നെട്ടുകാലത്തേരിയുടെ ഒരു പാർട്ടാണ്. അതായത് നമ്മുടെ ബ്രഹ്മോസിൻ്റെ പ്രൊജക്റ്റ് ഇനി വരുന്ന ഭാഗമാണ് ഇതൊക്കെ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. എന്തായാലും ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും, ഇനി വരാനൊന്നും പറ്റത്തില്ല. ഈ റോഡെല്ലാം ഇനി അവരുടെ ആയിരിക്കും, മിക്കവാറും അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം പഞ്ചായത്ത് ഈ സാധനം ടാർ ചെയ്യാത്തത്. പറയാൻ പറ്റത്തില്ല, ഫ്യൂച്ചർ എന്താവുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ വിധി വന്നപ്പോഴായിരിക്കും സംഭവം ഈ പ്രൊജക്റ്റിലോട്ട് അവർ പോയെന്ന് അറിഞ്ഞു. നല്ല മനോഹരമായ ഏരിയയാണിത്. പച്ചപ്പും പ്രകൃതി സൗന്ദര്യമെല്ലാം ഉള്ള ഏരിയയാണ്. പിന്നെ ടൂറിസ്റ്റ് അത്യാവശ്യമുണ്ട്. റോഡെല്ലാം പൊളിഞ്ഞ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഒരു വ്യൂ ആണ്, വൈഡ് ആംഗിൾ വ്യൂ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ക്രോക്കഡൈൽ പാർക്കുണ്ട്. ഇപ്പോൾ വർക്കിംഗ് അല്ലെന്നാണ് തോന്നുന്നത്. ക്രോക്കഡൈൽ പാർക്കാണ് ഇവിടെ. സ്റ്റീവ് ഇർവിനെ ഓർമ്മയിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പാർക്കായിരുന്നു. പക്ഷേ അതിപ്പോൾ വർക്കിംഗ് അല്ലെന്നാണ് തോന്നുന്നത്.
എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇതൊന്നും ഗവൺമെൻറ് ഫണ്ട് ഇറക്കാത്തതെന്ന്. ക്രോക്കഡൈൽ പാർക്കായാലും ലയൺ സഫാരി പാർക്കായാലും അവർ ഈ ഒരു ഏരിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല. മിക്കവാറും ഇതൊക്കെ ആയിരിക്കും കാര്യം. ഫ്യൂച്ചറിൽ ഇത് ബ്രഹ്മോസിന് പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് പ്രോജക്റ്റ് എയിംസ് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടായിരിക്കാം ഇവിടെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ചെയ്യാത്തത്. നമ്മളിപ്പോൾ നെട്ടുകാൽത്തേരിയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഡിയർ പാർക്കാണ്. മുന്നേ ഇത് ഓപ്പൺ ആയിരുന്നു, ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് ഇട്ടിരിക്കുക. ഒരു 100 കുരങ്ങന്മാരെ ഇവിടെ കാണാം. ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, നമ്മളെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. മുകളിലോട്ട് പോകാം. മുകളിലോട്ടാണ് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ. തുറന്ന ജയിലിലാണ് അവരുടെ ഏരിയയിൽ നിന്നാണ് 180 ഏക്കർ ഇപ്പോൾ ബ്രഹ്മോസിന് കൊടുക്കുന്നത്. ഇവിടെയും അവസ്ഥ റോഡ് മോശമാണ്. പ്രകൃതി സൗന്ദര്യം ഒരു രക്ഷയില്ല. ഇവിടെ തണുത്ത കാറ്റുണ്ട്. രാവിലെ വീതം മഞ്ഞിൻ്റെ ആ വെള്ളം ഇപ്പോഴും റോഡിൽ നമുക്ക് കാണാം. ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ തുറന്ന ജയിൽ, ഓപ്പൺ പ്രിസൺ. ഇതിൽ നിന്നാണ് നമ്മുടെ 150 ഏക്കർ ബ്രഹ്മോസിനായിട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് പോയി നോക്കാം. ലെഫ്റ്റ് സൈഡെല്ലാം ഇതിൻ്റെ പാർട്ടായിട്ട് വരും. ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ കോട്ടൂർ ആനസങ്കേതമുണ്ട്. അവിടെ മുന്നേ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രോജക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാമിന് താഴെ ഇറങ്ങി നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഒരു പാർട്ട് കാണാം. ലെഫ്റ്റ് സൈഡാണ് നെയ്യാർ ഡാം വരുന്നത്. നമ്മൾ കുറച്ച് മുന്നേ മുകളിലാണ് നിന്നത്. കുന്നിൻ്റെ മുകളിൽ ഡാമിന് പാരലായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡാണ് ഡാം. ഡാം ഓപ്പണാണ്. വെള്ളം ലെവൽ കൂടി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡാം വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. മുന്നേ ഇതിൻ്റെ താഴെ നമ്മൾ ഈ ഡാം തുറക്കുന്ന ടൈമിൽ ഡാമിൽ മീൻ കിട്ടുമായിരുന്നു. ആ മീനിനെ പിടിക്കാനായിട്ട് വരുമായിരുന്നു. ഇപ്പോഴാരെയും കാണുന്നില്ല. മുമ്പ് ഡാം തുറക്കുമ്പോൾ ഫുള്ള് താഴെ ആളുണ്ടാവും. നല്ല ഡാമിലെ മീനിനെ കിട്ടും. നമുക്ക് ഏതായാലും മേളിൽ കയറാം. മേളിൽ നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ബോട്ടിംഗ് സർവീസ് അവിടെ അവൈലബിൾ ആണ്. ബോട്ടിൽ കയറിയിട്ടില്ല ഞാൻ, അതുകൊണ്ട് ടിക്കറ്റിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇങ്ങോട്ടൊരു നല്ല ഫോറസ്ട്രി ആയിട്ടുള്ള നല്ല ഏരിയ ആണ്. നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ. പലർക്കും ഈ ഏരിയ അറിയത്തില്ല. ഇതും നമ്മൾ പോയ ഡിയർ പാർക്കിൻ്റെ ഏരിയ അറിയത്തില്ല. ഡാമിൽ വന്ന് ഡാമിനകത്ത് കയറി കറങ്ങിയിട്ട് പോകും, അത്രേ ഉള്ളൂ നെയ്യാർ ഡാം എന്നാണ് ആൾക്കാരുടെ വിചാരം. എന്നാൽ ഇതുപോലെ അവിടെ നിന്ന് തന്നെ ഉള്ളിലോട്ട് പല വഴിയുണ്ട്. ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ KTDCയുടെ ഒരു ഹോട്ടലും ബിയർ പാർലറും ഉണ്ട് മുകളിൽ. റെസ്റ്റോറൻറ്റും കൂടെ അവിടെ അവൈലബിൾ ആണ്. ഫുഡ് കഴിക്കുന്നവർക്ക് അവിടെ നിന്ന് KTDCയുടെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. നല്ല ഫുഡ്. അതുപോലെ അത് ടോപ്പ് വ്യൂ ടോപ്പ് പോയിന്റിൽ നിന്ന് വ്യൂ ഹിൽ വ്യൂ പോലെ നമുക്ക് ഫീൽ ചെയ്യും.
ഇവിടെ റൈറ്റ് സൈഡ് പോയിട്ട് വരാം. റൈറ്റ് സൈഡ് ഡാമിലൊരു വ്യൂ ഉണ്ട്. മനോഹരമായ ഒരു വ്യൂ ഇത്. നേരത്തെ നമ്മൾ കണ്ട പോലെ വേറൊരു എഡ്ജാണ് ഈ ഡാമിൻ്റെ. ഇവിടെ നിന്ന് നമുക്ക് തിരിക്കാം. 2 പിള്ളേർ നിൽപ്പുണ്ട്. തിരിച്ച് നമുക്ക് ബോട്ടിങ്ങിൻ്റെ അവിടെ പോയി അവസാനിപ്പിക്കാം. പിള്ളേർ ഡാറ്റ തരുന്നുണ്ട്. ക്യാമറ ഇരിക്കുന്നുണ്ട്. അവരിത് എന്താ സംഭവം നോക്കുന്നു. ട്രിവാൻഡ്രത്ത് പലരും ഈ വ്യൂവിൽ വന്നിട്ടുണ്ടാകത്തില്ല. കാരണം ഈ വ്യൂ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. നേരെ ഇവിടുന്ന് ആ വഴി നേരെ ബോട്ടിങ്ങിനും പോവും. അവിടെ നിന്നൊരു വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്. ടോപ്പ് വ്യൂവിൽ നിന്ന് കയറുന്നില്ല. കാരണം എനിക്ക് ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇറങ്ങിയ പണി കിട്ടും. അതുകൊണ്ട് ഇന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക, അതാ സ്വഭാവം. ഇവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട്. മുമ്പ് ഇവിടെയൊക്കെ വീട്ടിൽ പുഴമീനൊക്കെ പൊരിക്കുന്ന ഇതുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവരെല്ലാം കൊച്ചു കൊച്ചു കടകളിട്ട് അങ്ങനെ ഒതുങ്ങി. നമ്മൾ ഏകദേശം ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.